എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് മെയ് 9 വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരള results.nic.in എന്ന വെബ്സൈറ്റ് വഴി ഈ റിസൾട്ട് അറിയാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് +2 ജയിക്കാനായിട്ട് CE മാർക്കോ പ്രാക്ടിക്കൽ മാർക്കോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കോ നിങ്ങളെ സഹായിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +2നും +1നും വാങ്ങിച്ചിട്ടുള്ള ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ബാക്കി മാത്രമാണോ നിങ്ങൾ അഥവാ +2 ജയിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ടത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ഐഡിയ ഈ ഒരു വീഡിയോ കാണുന്നതുവഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് 60 മാർക്കിൽ ഒരു വർഷം 18 മാർക്കും 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് 36 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ 24 മാർക്കും അതുപോലെ തന്നെ 2 വർഷം കൂട്ടുന്ന സമയത്ത് 48 മാർക്കുമാണ് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. അതായത് TE മാർക്കിനത്തിൽ 36ഉം 60-ൽ 36ഉം 80-ൽ 48 മാർക്കും 2 വർഷം കൂടി ടോട്ടൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി വിദ്യാർത്ഥികൾ ഇതിൽ സംശയം ചോദിക്കുന്ന കാര്യമാണ്, അഥവാ നിങ്ങൾക്ക് 36 അല്ലെങ്കിൽ 48 2 വർഷം കൂടി കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ CE മാർക്ക് കൂട്ടിയിട്ട് ജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കോ അല്ലെങ്കിൽ CE മാർക്കോ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതല്ല. നിങ്ങൾ TE മാർക്കിനത്തിൽ തന്നെ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് മിനിമം നേടിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ജയിക്കാനായിട്ട് സഹായിക്കും. അതായത് നിങ്ങൾക്ക് കുറച്ച് മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേസ് മാർക്കിൻ്റെ അർഹതയുള്ളത് ആ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ജയിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 36 ജയിക്കാനായിട്ട് വേണം, പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ട്, അതായത് ഒരു നല്ലൊരു ഗ്രേസ് മാർക്ക് തന്നെയുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് 34 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആ ഒരു 2 മാർക്ക് ഗ്രേസ് മാർക്ക് വെച്ചിട്ട് അത് വെച്ച് നിങ്ങളെ ജയിപ്പിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് എത്രയാണ് നൽകിയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ റിസൾട്ടിനോടൊപ്പം ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് എത്ര ഗ്രേസ് മാർക്കാണ് ലഭിച്ചത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതുപോലെ ഗ്രേസ് മാർക്ക് +2ൻ്റെ മാർക്കിനോടൊപ്പമാണ് ആഡ് ചെയ്യുക, +1ൻ്റെ മാർക്കിനോടൊപ്പം ആഡ് ചെയ്യുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ +1ന് അതായത് +1 നമുക്ക് കെമിസ്ട്രി എടുക്കാം. അപ്പോൾ കെമിസ്ട്രിയിൽ +1ന് ലഭിച്ച മാർക്ക് 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ +2ന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടി ഈ മാർക്കായിട്ട് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഒരു 10 മാർക്കാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ടോട്ടൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് 28 മാർക്ക് കിട്ടി. അവിടെ നിങ്ങൾക്ക് ഈ ഒരു അതായത് കെമിസ്ട്രിയിൽ 18ഉം അതുപോലെ തന്നെ ഈ ഒരു 10 മാർക്കുമാണ് +2ന് +1ൽ 18 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ടോട്ടൽ 28 മാർക്ക്. 36 മാർക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണം, പക്ഷെങ്കിൽ അവിടെ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ കുറവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, അപ്പോൾ നിങ്ങൾക്ക് 28 കിട്ടിയല്ലോ, അപ്പോൾ പരീക്ഷയ്ക്ക് ആ ഒരു ബാക്കിയുള്ള 8 മാർക്ക് മാത്രം വാങ്ങിയാൽ ജയിക്കുമോ എന്നുള്ളത്. ഒരിക്കലും ജയിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് +1ന് 18 മാർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ +2ന് 10 മാർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 18ആണ് പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയം, അതായത് നിങ്ങൾക്കിപ്പോൾ അത് 80-ലുള്ളതാണോ 60-ലുള്ളതാണോ എന്നുള്ളതനുസരിച്ച് 18ഉം അതായത് 18അല്ല 36ഉം അതുപോലെ 48ഉം എടുക്കുക. കെമിസ്ട്രി ആണെങ്കിൽ അതിന് ജയിക്കാനായിട്ട് 2 വർഷം വേണ്ട മാർക്ക് 38ആണ്. ഈ ഒരു 38ൽ നിന്നും +1ന് ലഭിച്ച എത്ര മാർക്കാണ് അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ജയിക്കാൻ വേണ്ട മാർക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു +2 പരീക്ഷ ആയിരുന്നാലും ജയിക്കാനായിട്ട് വേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് +1ന് 18 കിട്ടി, പക്ഷേ +2ന് 10 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ടോട്ടൽ 28 കഴിച്ച ശേഷം ബാക്കി 8 മാർക്ക് മാത്രം പരീക്ഷയിൽ വായിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അതായത് 36ൽ നിന്നും ഈ ഒരു +1ന് ലഭിച്ച 10 മാർക്ക് +1 ലഭിച്ച 18 മാർക്ക് കുറയ്ക്കുക. അപ്പോൾ ഈ ഒരു 18 മാർക്ക് കുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക 18 മാർക്കാണ്. അപ്പോൾ ആ ഒരു 18 മാർക്ക് നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ ആയാലും നിങ്ങൾ നേടിയിരിക്കണം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് +1 പരീക്ഷയിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു
6 മാർക്ക് കിട്ടിയെന്ന് കരുതുക. കെമിസ്ട്രി പരീക്ഷയിൽ +1-ന് 26 മാർക്ക് കിട്ടിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് +2-ന് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് വെറും 10 മാർക്ക് മാത്രമാണ്. അപ്പോൾ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാവാം. അതായത് ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു CEയും അതുപോലെ തന്നെ പ്രാക്ടിക്കലും കൂട്ടാതെ TE മാർക്കിനത്തിൽ നിങ്ങൾക്ക് 36 അല്ലെങ്കിൽ 48 +1-നും +2-നും കൂട്ടി TE മാർക്കിനത്തിൽ ഈ ഒരു 36 48 ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ പാസ്സാവുക. ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ഉൾപ്പെട്ടേക്കൊണ്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പ്രാക്ടിക്കലിൻ്റെ മാർക്കോ അല്ലെങ്കിൽ CE മാർക്കോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ ലഭിച്ച TE മാർക്കോ അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കും മാത്രമാണ് നിങ്ങളെ ജയിക്കാനായിട്ട് സഹായിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഥവാ +2 നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയമാണ് എന്നുള്ളതനുസരിച്ച് കെമിസ്ട്രി ആണെങ്കിൽ 36-ൽ നിന്നും ഇംഗ്ലീഷ് പോലുള്ള 80 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 48-ൽ നിന്നും നിങ്ങൾക്ക് +1-ന് എത്ര മാർക്കാണോ കിട്ടിയത് ആ ഒരു മാർക്കിനെ കുറച്ച ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ ആ ഒരു മാർക്കാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് വായിക്കേണ്ടത്. അതായത് ഈ ഒരു കെമിസ്ട്രി ആണെങ്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലുള്ള 48 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിലോ ഈ ഒരു മാർക്കിൽ നിന്നും +1-ന് ലഭിച്ച എത്ര മാർക്കാണോ ആ ഒരു മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുവോ ആ ഒരു മാർക്കാണ് +2 പരീക്ഷയിൽ ജയിക്കാനായിട്ട് വായിക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു +2 പരീക്ഷ കഴിഞ്ഞ ശേഷം ഏകദേശം 4 വർഷത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ +2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ വരികയാണെങ്കിൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷ എഴുതുന്നതിനായിട്ട് അവസരം നൽകുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു +2 പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. +2 പരീക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ പിന്നീട് അടുത്ത വർഷം വരുന്ന +2 പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നിവയിൽ അറ്റൻഡ് ചെയ്ത് അതിലെങ്കിലും ജയിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പല വിദ്യാർത്ഥികളും +2 പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ കൂടി എഴുതി അതിൽ ജയിച്ചിട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കാണ് പോവുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് പഠിക്കാനായിട്ടാണ് പോവുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് നിങ്ങൾക്ക് വല്ല +2 സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഒരു സമയത്തായിരിക്കും ഇനി +2 എഴുതിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കാറുള്ളത്. അതുപോലെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഒരു 10ഉം 20ഉം വർഷമൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഈ ഒരു +2 ചിലപ്പോൾ വേണമെന്നുള്ളത് തോന്നിയിട്ട് ആ ഒരു കാര്യം ചോദിക്കാറുള്ളത്. കാരണം പല വിദ്യാർത്ഥികളും ഏകദേശം 2007 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ആ ഒരു +2 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയിലും നിങ്ങൾക്ക് അഥവാ ജയിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അടുത്ത വർഷത്തെ പരീക്ഷയിൽ കറക്റ്റായിട്ട് ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു പരീക്ഷ ജയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഓരോ വർഷം കഴിയുന്തോറും ആ ഒരു സബ്ജക്റ്റ് ജയിക്കാനുള്ള സാധ്യത വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരീക്ഷയിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പർ ക്ലിയർ ചെയ്ത് ജയിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അതായത് നിങ്ങൾ +2 പഠിച്ചു കഴിഞ്ഞ് ഏകദേശം 5-6 വർഷമൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാനായിട്ട് ചാൻസ് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു +2 തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ NIOS എന്നിങ്ങനെയുള്ള പരീക്ഷകളിലൂടെ +2 നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് +2 വീണ്ടും പുതുതായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മാസം കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് +2 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ +2 കഴിയുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പരീക്ഷ ജയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു +2 ജയിക്കാനായിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെയോ CE മാർക്കോ നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് മാത്രമാണ് നിങ്ങളെ ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അഥവാ നിങ്ങൾ +2 തോൽക്കുകയാണെങ്കിൽ +2 പരീക്ഷ എഴുതിയിട്ടെങ്കിലും നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഭാവിയിൽ വല്ല ജോലി ആവശ്യമൊക്കെ വരുന്ന സമയത്തായിരിക്കും പിന്നീട് +2-ൻ്റെ സർട്ടിഫിക്കറ്റ് ആ ഒരു സമയത്ത് ഇല്ലല്ലോ, അത് ആ ഒരു സമയത്ത് എങ്ങനെ ആ ഒരു പരീക്ഷ എഴുതി ജയിക്കാമെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2 നിങ്ങൾക്ക് കഴിയുന്ന വേഗത്തിൽ തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂണിൽ നടക്കും. രജിസ്ട്രേഷൻ മെയ് മാസത്തിൽ തന്നെ ആരംഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഏകദേശം നിങ്ങൾക്ക് ഒരു 4-5 ദിവസം മാത്രമാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ